വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. നാട് കാണിച്ചൊരു വഴി ഒന്ന് ഊട്ടിയിലേ പോയാലോ? നമ്മുടെ അന്നത്തെ യാത്ര ഊട്ടിയിലേക്കാട്ടോ. പക്ഷെ ബൈക്കിന് മുകളിലാണ് പോകുന്നത്. ആരല്ല ഊട്ടിയിലെ സ്ഥലങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ബസ്സിന് പോയി നമുക്ക് കവർ ചെയ്യാൻ കഴിയാം. അതിനെക്കൊണ്ട് ബൈക്കിനാക്കിയിട്ടുണ്ട്. അതേമാതിരി പോകുന്ന കുറേ ഹിഡൻ പ്ലേസുകളും അതേമാതിരി വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നാട് കാണിച്ചവരം കയറി തുടങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 10-25 കിലോമീറ്റർ നമുക്ക് ഗുഡലൂർ വഴി നേരെ ഊട്ടിയിലേക്ക് കേട്ടോ. അതേമാതിരി ഇ പാസിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഇ പാസ് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ആ കാര്യം നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് പോവല്ലേ? അപ്പൊ നമ്മൾ ഏകദേശം കയറി ഇപ്പോ എത്താനായിട്ടുണ്ട്. മുകളിൽ അന്നേരം പോയി നോക്കാം. അങ്ങനെ നമ്മൾ ആ ബോർഡർ കിടക്കാൻ പോകട്ടോ. വെൽക്കം ടു ക്യൂൻ ഓഫ് ഹിൽസ്. ഇനി ഇവിടെ നിന്ന് ഊട്ടിയിലേക്ക് നമുക്ക് 69 കിലോമീറ്റർ ഊട്ടിക്കുള്ളത്. ഗുഡലൂരേക്കാണ് 17 കിലോമീറ്റർ കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഏകദേശം ഗൂഡല്ലൂർ എത്തിട്ടോ. നമുക്കിങ്ങനെ ബാക്കിലായിട്ട് നമുക്ക് ആ ഊട്ടീൻ്റെ മലകളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 19 കിലോമീറ്റർ വേണം ഊട്ടിയിലേക്ക് ഉള്ള കേട്ടോ. നമ്മളിപ്പോൾ ഗൂഡല്ലൂർ ടൗണിലേക്ക് ഇങ്ങനെ കയറുകയാണ്. അപ്പൊ അങ്ങനെ അതാ നമ്മൾ ഗൂഡല്ലൂർ എത്തിട്ടോ. ഗൂഡല്ലൂർ ടൗണിലാണ്. വലിയ തിരക്കില്ല. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ മൈസൂർ കേട്ടോ. 110 കിലോമീറ്ററാണ് മൈസൂരേക്ക്. റൈറ്റാണ് 50 കിലോമീറ്റർ ഊട്ടി കേട്ടോ. പോകുന്ന വഴിയിൽ കണ്ടാട്ടോ. ഇത് മാനാണ് തോന്നുന്നില്ലേ? എന്താണെന്ന് ശരിക്കറിയില്ല. മാനാണോ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ അറിയില്ല. അതിന് മാവോ എന്താ അറിയില്ല. കണ്ടിട്ട് മാൻ്റെ ഒട്ടിന് വരുന്നുണ്ടല്ലേ? ഗൂഡല്ലൂരിൽ നമുക്ക് ചുരം അങ്ങനെ കുറച്ച് കയറിയാൽ തന്നെ നമുക്ക് അവിടെ യൂക്കാലിപ്സിൻ്റെ പ്ലാന്റേഷൻ കാണാം കേട്ടോ. 1967 പ്ലാന്റേഷനാണ്. എന്താ വ്യൂ അല്ലേ കാണാൻ. അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഫസ്റ്റത്തെ വ്യൂ പോയിൻ്റ് ആണ് ഇതാ നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ് കേട്ടോ. ഇവിടെ നമുക്ക് ടിക്കറ്റ് വേണോ? എന്തായാലും നമുക്ക് അവിടെ മേലെ ഒരു ടിക്കറ്റ് എടുക്കണ്ടേ. ടിക്കറ്റ് എടുക്കട്ടെ പോയിരുന്നു. ഒരാൾക്ക് 20 രൂപ ടിക്കറ്റ് വരുന്നത്. ഈ ഒരു വളവ് തന്നെ കേട്ടോ. അധികം ദൂരമില്ല. ഗുണ്ടൽപേട്ടിൽ നിന്ന് ചുരം കയറി ഒരു 5-6 വളവ് കഴിഞ്ഞ് മേലോട്ട് എത്തുന്നതായിരുന്നു തന്നെ ഫസ്റ്റത്തെ വ്യൂ പോയിന്റ്. ഇപ്പോൾ ടൈം വരുന്നത് രാവിലെ 7 മണി മുതൽ കേട്ടോ. രാവിലെ 7 മണി മുതൽ 5 മണി വരെ ടൈം വരുന്നത്. കുറച്ച് ഇങ്ങനെ മേലോട്ട് നടക്കാണ്ട് കേട്ടോ. ബാത്റൂം സൗകര്യമൊക്കെ ഇമ്പോർട്ടൻ്റ്. ആദ്യം താഴോട്ട് ഇറങ്ങി വേണം പാറേൻ്റെ മുകളിലേക്ക് കയറാൻ. വെയിലുണ്ട് തോന്നില്ല ചെറുതായിട്ട്. ഇവിടുന്ന് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം തണലൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് നല്ല വെയിൽ കാണും കേട്ടോ. ഇങ്ങനെ ഒരു ഇറക്കാണ്. ആദ്യം റോഡ് സൈഡ് മുകളിൽ താഴോട്ട് ഇറങ്ങുക. എന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ പോകട്ടോ. ഒരു കയറ്റം കയറാൻ ചെറിയൊരു കുന്നുമാതിരി സ്ഥലം കയറാനാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം നമ്മൾ വണ്ടിക്കൊക്കെ വരുന്നേരം നമ്മൾ ഇവിടെ കയറാണ്ട് സ്കിപ്പ് അടിച്ച് വിടുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ പാർക്കിംഗ് ഒന്നും ഇല്ലല്ലോ അവിടെ. അപ്പോൾ എല്ലാവരും ഒഴിവാക്കി പോകുന്നതാണ്. പക്ഷേ അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് കേട്ടോ. അത് സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആരുമില്ല. ഏതല്ല സീനറി
സൈഡിലൊക്കെ. അവിടെ പാറേൻ്റെ മുകളിൽ 2 മാൻ്റെ പ്രതിമയാണ് വന്നിട്ട് അത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പോയി നോക്കാം എന്തായാലും. ഇവിടെ അങ്ങനെ തണുപ്പൊന്നുമില്ല, ചെറിയൊരു തണുപ്പ് അത്ര തന്നെ. വെയിലിന് ചെറിയ ചൂടുണ്ട്. അങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെ ഒരു പാറ കണ്ടു, ഒന്ന് പോയി നോക്കാം. അമ്പാറ വ്യൂ കേട്ടോ അവിടുന്ന്. ഭയങ്കര കാറ്റാണ്. ഗൂഡല്ലൂർ ടൗണോട്ടാ കാണുന്നത്. ഊട്ടിയിൽ വേറെ എവിടെ ഉണ്ടാവുന്നില്ല തോന്നില്ല ഇത്ര നല്ല വ്യൂ പോയിന്റ്. കാരണം ബാക്കിയൊക്കെ വ്യൂ പോയിന്റ് ഉണ്ടെങ്കിലൊക്കെ ക്ലോസ്ഡ് അല്ലേ, അങ്ങനെയല്ല നമുക്ക് ഇങ്ങനെ അടുത്ത് നിന്ന് ഇറങ്ങി കാണാൻ കഴിയില്ലോ. ഇവിടെ ഉണ്ടല്ലേ ഈ പാറൻ്റെ കടയിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കാനുള്ള സ്ഥലമുണ്ട്. ഇങ്ങനെ കയറി മുകളോട്ട് അങ്ങനെ പോകുള്ളു. അപ്പോൾ വരുന്നവരെന്തായാലും മിസ്സാക്കാണ്ട് അത് കയറണം കേട്ടോ അവിടെ. ഞാനിപ്പോൾ ഇവിടെ ഇതിന് മുന്നേ പക്ഷേ വന്നിട്ട് ഇപ്പോൾ 2ാമത്തെ വർഷം വരുന്നുണ്ട്. അതിന് മുന്നിൽ നിന്ന് വരുന്നവർ ഇങ്ങോട്ട് വരലേ ഇല്ല, നേരെ അങ്ങോട്ട് പോലെ ഊട്ടിലേക്ക്. ആൾക്കാരിങ്ങനെ അവിടെ നിന്ന് അതിന് മുകളിൽ നിന്ന് നടന്നു വരുന്നുണ്ട്. നമുക്ക് മുകളിലേ പോയേക്കല്ലോ എന്നല്ലേ കണ്ടില്ലേ. അപാര വ്യൂ കേട്ടോ, നല്ല കാറ്റ് പിടിക്കും. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ടോപ്പ് നല്ല വ്യൂ ഉണ്ട് ഇവിടുന്ന്. ഇവിടെ നിന്ന് കാല് തെറ്റി താഴെ കിടക്കും, അതുപോലത്തെ പൊക്കി കേട്ടോ. ഇവിടെ വേറെ അങ്ങനെ സെക്യൂരിറ്റി വാച്ചർമാരാരുമില്ല കേട്ടോ. വാച്ച് ടവർ നമുക്ക് ഇവിടുന്ന് കാണാം. നല്ല രസമുണ്ട് സാധനം ഇവിടുന്ന് കാണാം കേട്ടോ. നമുക്ക് എന്നാലും തിരിച്ചു പോകാലോ. അപ്പം എന്നാലും നമുക്ക് നേരെ ഇനി ഊട്ടിയിലേ പോവാം. ഇനി പോകുന്ന വഴി ഇതേമാതിരി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കാണാം. ഇവിടെ താഴോട്ടേക്ക് വഴിയുണ്ട് കേട്ടോ. അടിപൊളി. നമ്മൾ തിരിച്ച് പോകുന്നല്ലേ. ക്യാരറ്റിൻ്റെ വിത്ത് ഇടുന്ന സമയം വന്നിട്ടോ. ഫുള്ളായിട്ട് ഫുള്ള് തരിശായി കിടക്കുകയാണ്. അവിടെ എന്തൊക്കെയോ പണിയൊക്കെ എടുക്കേണ്ടി വരിക. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഉള്ളൂ. ഇപ്പോൾ പോയാലോ എന്നാല്. നമ്മൾ പോകുന്ന വഴി കാണുന്നൊരു ചെറിയൊരു ഡാമാട്ടോ. സാധാരണ വരുമ്പോൾ ഇതിൽ അങ്ങനെ വെള്ളം ഉണ്ടാവില്ല, മഴയാണെങ്കിൽ നല്ല വെള്ളം തുടങ്ങുക. ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മളെ ഷൂട്ടിംഗ് സ്പോട്ടില്ലേ, അതിൻ്റെ ആ ഭാഗത്തോട്ട്. നമ്മുടെ ഫുള്ളി ഒരു പച്ച മരമൊക്കെ ഉള്ള അവിടെ ഉള്ളത്. അതിൻ്റെ പാർക്കിംഗ് ആണല്ലോ, എന്ത് രസമല്ലേ. അവിടെയൊക്കെ താഴെ ഫുള്ള് എന്താ സാധനം, എന്താ കാള് തന്നെ പോത്താണ്, ഫുള്ള് കുറേ മീൻ ഇറങ്ങുന്നുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ മേലോട്ട് കയറുന്നില്ല, അതിന് മുകളിൽ കയറി ഒന്നും കാണാനൊന്നുമില്ല. അപ്പം നമുക്ക് എന്തായാലും ഇതിലൊരു റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ പോവാം. കയറി അവിടെ തന്നെക്കാട് രസം ഇവിടെയാ അല്ലേ. അതിന്റെ മുകളിൽ കയറുന്നതിനെക്കാട് രസമാണ് ഇവിടെ. വണ്ടിയൊക്കെ കൊണ്ട് ഒഴിച്ച് നടക്കയില്ലേ.
തിരിക്കുക. ഇവിടെ നിന്ന് കണ്ടില്ലേ ഫുള്ള് ഏരിയതാ. ഇവിടെ എന്തായാലും അങ്ങനെ കാണാനൊന്നും മതിയല്ലേ, ആരാ അതിന് മൂടുന്നുള്ള വ്യൂ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കെന്നാ മുന്നോട്ട് പോവാം. ഊട്ടിയിൽ പോകുന്ന വഴി ഒരു ഡാം കാണല്ലേ, ആ ഡാം കേട്ടോ അത്. ഇതിൻ്റെ പേര് കാമരാജ് സാഗർ ഡാം എന്നാണ്. നമുക്ക് രണ്ട് സൈഡ് ഇങ്ങനെ ഗേറ്റ് ഓപ്പണിങ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മേലത്തെ ഭാഗത്താട്ടത് ഇപ്പോൾ. ഇനി ഊട്ടിയിലേക്ക് അധികം ദൂരമില്ല, കുറച്ച് ദൂരം ഉള്ളൂ ഊട്ടിയിലേക്ക്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടല്ലേ, തണുത്ത് കൈയൊക്കെ ഒരു വയ്യ അയക്കുന്നത്. പോകുന്ന വഴി ഒരു കാട്ടുപോത്താണോ സാധാ പോത്താണോ അറിയില്ല, എന്നെ കൊമ്പിന് വലുപ്പം നോക്ക്. പക്ഷെ കൂടെ കുറേ സാധാ പോത്തുകളുണ്ട് കേട്ടോ. ഞാൻ അതിൽ എത്ര വലുപ്പമുള്ള ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് വലുപ്പമല്ലേ. ക്യൂൻ ഓഫ് ഹിൽസ് വെൽക്കം യു ഉദകമണ്ഡലം മുനിസിപ്പാലിറ്റി. അപ്പം നമ്മളങ്ങനെ ഇതാ ഊട്ടിയിലേക്ക് കടന്നിരുന്നു കേട്ടോ. നേരത്തെ കണ്ട ഡാമിൻ്റെ ബാക്കിയാണ് കേട്ടോ അവിടെയൊക്കെ. പക്ഷെ വെള്ളം ഫുള്ള് പച്ച കളറാണ്. അവിടെ കുറേ ആൾക്കാരുണ്ട്, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഫുള്ള് പച്ചയും പച്ചയായിട്ട്. നമ്മളിത് ഊട്ടി ടൗണിൽ എത്താനായിരിക്കും കേട്ടോ. അത് അവിടെ കാണുന്നതാണ് ഊട്ടി ടൗൺ. കിലുക്ക സിനിമയിലെ തിലകൻ ചേട്ടൻ്റെ വീടില്ലേ, കേണലിൻ്റെ വീട്, ആ ലൊക്കേഷനിലാണ് അപ്പോൾ ഞാനുള്ളത്. ഇത് ഫെർണാൻഡ് ഹിൽസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് ഇപ്പോൾ അവിടെ. അപ്പോൾ നമുക്ക് അവിടെ സൈറ്റ് സീയിങ് അലൗഡ് അല്ല, പക്ഷെ നമുക്ക് ചായ കുടിക്കാൻ പോവാം. വൈകുന്നേരം 5 മണിക്ക് ശേഷം നമുക്ക് അവിടെ ഉള്ളിൽ കയറിയിട്ട് ലൊക്കേഷൻ കാണാമെന്നാണ്. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വരുന്നവരൊക്കെ ഉണ്ട് വൈകുന്നേരം 5 മണിക്ക് ശേഷം ഒന്ന് പോയി നോക്കട്ടോ അവിടെ. ഞങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ പോകാൻ സമയമില്ല. അല്ലെങ്കിൽ റൂം എടുക്കാൻ നമുക്ക് അവിടെ റൂം കിട്ടും, പക്ഷെ നമുക്ക് എല്ലാണ്ട് സൈറ്റ് സീയിങ് ആയിട്ട് നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റില്ല. പിന്നെ ഉള്ളത് വൈകുന്നേരം 5 മണിക്ക് ശേഷം നമുക്ക് ചായ കുടിക്കാൻ ഉള്ളിൽ കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ വരുന്നത്. കുറേ മാറ്റങ്ങൾ വന്നു കേട്ടോ. ഇവിടെ കുറേ ബിൽഡിങ്സ് പുതിയ വന്നിരുന്നു. പിന്നെ അതുപോലെ നമ്മളല്ലേ ഇ പാസിൻ്റെ കാര്യം വെച്ചാൽ നമുക്ക് ഇ പാസ് ആവശ്യമില്ല കേട്ടോ. ഞങ്ങൾ വെറുതെ എടുത്ത് കയ്യിൽ വെച്ചതേ. അപ്പോൾ ഇ പാസ് ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി വരുന്നവർ എടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മൾ ഇന്നത്തെ ഇവിടെ വെച്ച് നിർത്തല്ലേ. അപ്പോൾ ഈ വീഡിയോ വെച്ച് നിർത്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു നല്ല വീഡിയോ നമുക്ക് അടുത്ത കാണാം.